ചെമ്പനീർ പൂവിൻ്റെ ഒരടിപൊളി അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചിയും രേവതിയും ഒരുമിച്ചുള്ള ജീവിതം വളരെ സന്തോഷത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഒരു ദിവസം സച്ചി രേവതിയോട് ഒരു ഔട്ടിങ്ങിന് വരാമോ എന്ന് ചോദിക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ രേവതി സച്ചിയുടെ കൂടെ പുറത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും വളരെ ജോളിയായി തന്നെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് കയറുകയും രേവതിക്ക് ഡ്രസ്സുകളെല്ലാം സച്ചി വാങ്ങിക്കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ തിരിച്ചു വരുന്ന വഴി ശ്രുതിയുടെ അമ്മയെ കാണുന്നുണ്ട് കേട്ടോ. താനൊരു ബിസിനസ്സുകാരൻ്റെ മകളാണ് എന്ന് കള്ളം പറഞ്ഞാണല്ലോ ശ്രുതി സുധിയെ വിവാഹം കഴിച്ചിരിക്കുന്നത്. രേവതിയെയും സച്ചിയെയും കാണുന്ന ശ്രുതിയുടെ അമ്മയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ആദ്യം വന്ന് രേവതിയെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. തുടർന്ന് ആൻറ്റി എവിടെയായിരുന്നു, ഒരുപാട് നാളായല്ലോ കണ്ടിട്ട് എന്നെല്ലാം ആദ്യം ചോദിക്കുന്നുണ്ട് കേട്ടോ രേവതിക്കും ആദ്യം ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. തുടർന്ന് സച്ചിയെയും രേവതിയെയും വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട് കേട്ടോ ശ്രുതിയുടെ അമ്മ. അങ്ങനെ അവിടെ വീട്ടിലെത്തിയതിന് ശേഷം അവർക്കായിട്ട് കാപ്പി എടുക്കാൻ അമ്മ പോയ സമയത്ത് അവിടെ ഹാളിൽ തൂക്കിയിരിക്കുന്ന ശ്രുതിയുടെ ഫോട്ടോ കണ്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ രേവതി. ഇത് ശ്രുതിയുടെ ഫോട്ടോയാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ഫോട്ടോ കയ്യിലെടുക്കുന്നുണ്ട് രേവതി. ഇതേ സമയമാണ് കേട്ടോ അമ്മ കാപ്പിയുമായിട്ട് വരുന്നത്. തുടർന്ന് അമ്മയ്ക്ക് എങ്ങനെ ശ്രുതിയെ പരിചയം, സച്ചിയേട്ടൻ്റെ ഏട്ടൻ ശ്രുതി വിവാഹം ചെയ്തിരിക്കുന്നത് ശ്രുതിയാണ് എന്നെല്ലാം രേവതി പറയുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് കേട്ടോ ശ്രുതിയുടെ അമ്മ. ശ്രുതിയെ അമ്മയ്ക്ക് എങ്ങനെയാണ് പരിചയം, അമ്മയുടെ ആരാ ശ്രുതി, അത്രയ്ക്ക് അടുത്ത് പരിചയമില്ലെങ്കിൽ ഫോട്ടോ ഇവിടെ വരില്ലല്ലോ എന്നെല്ലാം രേവതി വീണ്ടും ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ശ്രുതിയുടെ അമ്മ. ഇതേ സമയം സച്ചിയും അവിടേക്ക് വരുന്നുണ്ട്. ഇത് അവൻ്റെ ഭാര്യയാണല്ലോ, ആ സുധിയുടെ അമ്മയ്ക്ക് എങ്ങനെയാണ് ഇവളുമായിട്ട് പരിചയം എന്നൊക്കെ സച്ചി വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചിയും രേവതിയും ഇങ്ങനെ മാറി മാറി ചോദിക്കുമ്പോൾ വേറെ നിവൃത്തിയില്ലാതെ രേവതിയോടും സച്ചിയോടും ആ ഞെട്ടിക്കുന്ന സത്യം ശ്രുതിയുടെ അമ്മ തുറന്ന് പറയുകയാണ് കേട്ടോ ചെയ്യുന്നത്. തുടർന്ന് ആദിയുടെ അമ്മയാണ് ശ്രുതി, എൻ്റെ മകൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു വിവാഹം എനിക്ക് ചെറുപ്പത്തെ അവൾക്ക് വേണ്ടി നടത്തി കൊടുക്കേണ്ടി വന്നു. അവളുടെ ഭർത്താവ് മരിച്ചുപോയി. ശ്രുതി എന്നല്ല, കല്യാണി എന്നാണ് അവളുടെ പേര്. സ്വന്തം മകനായ ആദിക്ക് വാത്സല്യമോ സ്നേഹമോ ഒന്നും അവൾ നൽകുന്നില്ല. ആദിയെ കൊണ്ട് ആൻറ്റി എന്നാണ് അവൾ വിളിപ്പിക്കുന്നത് എന്നെല്ലാം അമ്മ പറയുന്നത് കേട്ട് ശരിക്കും ഷോക്കഡായിട്ട് നിൽക്കുകയാണ് കേട്ടോ സച്ചിയും രേവതി. അവർക്കൊന്നും വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചിയാണെങ്കിൽ അവളൊരു പഠിച്ച കള്ളിയാണെന്ന് എനിക്ക് നേരത്തെ ഒരു സംശയം ഉണ്ടായിരുന്നു. എന്തായാലും എൻ്റെ അമ്മ അവരുടെ പുന്നാര മോന് വേണ്ടി കണ്ടുപിടിച്ച് കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ജോഡിയെ തന്നെയാണ്, ഫ്രോഡിന് ചേർന്ന പെണ്ണ് എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് കേട്ടോ അവിടെ നിന്നുകൊണ്ട്. തുടർന്ന് ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട്, നല്ലൊരു ജീവിതം സ്വപ്നം കണ്ടാണ് എൻ്റെ മോളെ ഈ കല്യാണം കഴിച്ചത്. സത്യം അറിയുമോ എന്ന് ഭയന്ന് എന്നെ പോലും അവളെ ഒന്ന് കാണാനായിട്ട് എന്നെ അനുവദിക്കുന്നില്ല. അവൾ താമസിക്കുന്നിടത്ത് പോലും ഒന്ന് വരരുതെന്നാണ് അവൾ എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ അമ്മ പൊട്ടിക്കരയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് കേട്ട് സച്ചിക്കും രേവതിക്കും ഭയങ്കര വിഷമാവുകയാണ് കേട്ടോ ചെയ്യുന്നത്. തുടർന്ന് രേവതിയും സച്ചിയും വഴി സുധിയോ അതുപോലെ തന്നെ ചന്ദ്രയോ ഈ രഹസ്യങ്ങളൊന്നും ഒരിക്കലും അറിയരുത് എന്നൊരു വാക്കുകൂടി ശ്രുതിയുടെ അമ്മ അവരോടായിട്ട് ചോദിക്കുമ്പോൾ അങ്ങനെ ആരും അറിയില്ല എന്ന് തന്നെ അവർ ഉറപ്പ് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നീട് ചന്ദ്രമതി വീണ്ടും രേവതി രാശിയില്ലാത്തവളാണെന്നും പൂക്കടക്കാരിയുടെ മകളാണെന്നും എൻ്റെ ശ്രുതിമോള് മലേഷ്യയിലെ വലിയ ബിസിനസ്സുകാരൻ്റെ മകളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയെ വാനോളം പോഴ്ത്തുകയും രേവതിയെ താഴ്ത്തി കിട്ടാനൊക്കെ ശ്രമിക്കുമ്പോൾ അത് കേൾക്കുന്ന സച്ചിക്കാണെങ്കിൽ ശരിക്കും നിയന്ത്രണം വിടുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു സന്ദർഭത്തിൽ തൻ്റെ മനസ്സിൽ അടക്കി വെച്ചിരിക്കുന്ന ശ്രുതിയെക്കുറിച്ചുള്ള ആ ഒരു രഹസ്യം, ആ ഒരു ബോംബ് സച്ചി അവിടെ പൊട്ടിക്കുന്നുണ്ട്. ശ്രുതിയുടെ വീട്ടിലെ ആൽബത്തിൽ നിന്ന് കിട്ടിയ ആദിയും ശ്രുതിയും അമ്മയൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന ആ ഫോട്ടോ ഒക്കെ ചന്ദ്രയെയും സുധിയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സച്ചി. അപ്പോൾ അതെല്ലാം കൂടി കാണുന്നതോടെ ശരിക്കും ചന്ദ്രയുടെ കിളി പോവുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ശരിക്കും പെട്ടുപോയല്ലോ എന്നാലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ. ശ്രുതിയാണെങ്കിൽ ഒരു കാര്യത്തിലും തനിക്കിനി രക്ഷയില്ലല്ലോ എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ. ശരിക്കും പെട്ടുപോയൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ശ്രുതി നിന്ന് വേർക്കുന്നുണ്ട്. ഒരു രീതിയിലും തനിക്കിനി രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് തന്നെ ബോധ്യമാവുന്നുണ്ട് കേട്ടോ ശ്രുതിക്ക്. രേവതിക്ക് മുന്നിൽ ശരിക്കും നാണം കെട്ട് പോകുന്നുണ്ട് കേട്ടോ ചന്ദ്ര. ശ്രുതിയെ തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്നൊരവസ്ഥയിൽ എത്തുന്നുണ്ട്. ഒടുവിൽ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ചന്ദ്ര ശ്രുതിയുടെ കൈവെള്ളയിലേക്ക് കർപ്പൂരം കത്തിക്കുകയും ശ്രുതിയോട് ക്രൂരമായിട്ട് പെരുമാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ശ്രുതി കല്യാണം കഴിച്ചു പോയല്ലോ, ഇനിയിപ്പോൾ കണ്ട സ്വപ്നങ്ങളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകരുകയും ചെയ്തു. അപ്പോൾ ഇനി മേലാൽ ഇതുപോലുള്ള കള്ളത്തരമൊന്നും ചെയ്യരുത് എന്ന് ശ്രുതിയെ കൊണ്ട് സത്യം ചെയ്യിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്ര. അങ്ങനെ ശ്രുതിയെ പൊക്കിക്കൊണ്ട് കിടന്ന ചന്ദ്രയ്ക്കും ശ്രുതിക്കും കനത്തൊരു തിരിച്ചടി തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. അങ്ങനെ ചെമ്പനീർ പൂവിൻ്റെ വളരെ രസകരമായിട്ടുള്ള എപ്പിസോഡുകൾ തന്നെയാണ് വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്